ഹലോ, ഇന്നൊരു തിരക്ക് പിടിച്ച ദിവസമായിരുന്നേ. ഈ കാണുന്നത് തന്നെയാണ് എൻ്റെ തിരക്ക്. ഇന്ന് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഉണ്ടാക്കുക ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉണ്ടാക്കാൻ തന്നതാണ്. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ മോൻ്റെ കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് എങ്ങനെയൊക്കെയോ ഞാനത് ഉണ്ടാക്കിയെടുത്തു. ഈ ഒരു ടാറ്റ കൊടുക്കൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കും വല്ല കല്യാണത്തിനും പോവാന്ന്. ആളെ ഡോക്ടറെ അടുത്ത് കാണിക്കാൻ വേണ്ടി പോവുകയാണ്. ചെറിയൊരു ജലദോഷമൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ റോട്ടിലേക്ക് ഇറങ്ങിയപ്പോഴാണിതാ ഈ താലപ്പൊലി കണ്ടത് കേട്ടോ. ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ളൊരു അമ്പലത്തിൽ നിന്ന് ഉള്ള വരവായിരുന്നു. അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു താലം പിടിച്ച് പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങളത് കഴിയുന്നവരെ അവിടെ വെയിറ്റ് ചെയ്ത് നിന്ന് വേഗം ഡോക്ടറെ അടുത്തേക്ക് പോയി. 6 മണി വരെ ഡോക്ടർ നോക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ 5:30 ആയിട്ടുണ്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ. പിന്നെ ഞങ്ങൾക്ക് വേറെ സ്ഥലത്ത് പോകാണ്ടിരുന്നു. എൻ്റെ മാമൻ്റെ വീട് കേട്ടോ. എൻ്റെ മാമൻ്റെ വീട് എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ വീടാണേ. അങ്ങനെ പോകുന്ന വഴിക്ക് ഞങ്ങളുടെ സ്ഥിരം സ്പോട്ടിൽ നിർത്തി ഒരു കരിമ്പ് ജ്യൂസൊക്കെ കുടിച്ചു. ഇതിൻ്റെ ഇഷ്ടക്കാരൻ ഇവിടെ ഉറക്കത്തിലായിപ്പോയി. ആളറിഞ്ഞതേ ഇല്ല അവിടെ നിർത്തിയത്. പിന്നെ ഞങ്ങൾ ഫ്രൂട്ട്സ് വാങ്ങാമെന്ന് വിചാരിച്ചു. അമ്മമ്മയും അമ്മച്ചനൊക്കെ ബേക്കറി പ്രിയരല്ല, അവർക്ക് ഫ്രൂട്ട്സ് എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചു അവിടെ കയറി. ഇതാട്ടോ എൻ്റെ അമ്മമ്മയും അമ്മച്ചനൊക്കെ. അവരുടെ തിരക്ക് എന്താണെന്ന് വെച്ചാൽ അവിടെ വീട് പണിയൊക്കെ നടക്കുന്നതിനുണ്ട് സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങൾക്ക് എന്തൊക്കെയാണ് തരും, ഞങ്ങൾക്ക് എന്തൊക്കെ എടുത്ത് തരണം എന്നുള്ള കൺഫ്യൂഷനിലാണ് അവർ. അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് അവരോട് വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നേരെ പോയത് എൻ്റെ വീട്ടിലേക്കാണ്. അവിടെ വന്നപ്പം അമ്മേനെ ഞാനും വിളിച്ചതേ ഓർമ്മയുള്ളൂ. അമ്മ നേരെ വന്ന് അവനെ എടുത്തു പോയി. എന്നെ കണ്ടതുപോലും ഇല്ലയെന്ന് തോന്നുന്നു. അമ്മ അകത്തേക്ക് കയറിപ്പോയി. പിന്നെ ഞങ്ങൾ കയറി. ഇതാട്ടോ എൻ്റെ അനിയൻ. അങ്ങനെ അവനും കളിപ്പിച്ച് നിൽക്കുമ്പം ഞാൻ വേഗം പോയി നോക്കിയത് എൻ്റെ മുല്ലച്ചെടിയിലേക്കാട്ടോ. മുല്ലപ്പൂവൊക്കെ വിരിഞ്ഞുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രധാനമായിട്ട് ഇവിടേക്ക് വന്നത്. കുറച്ച് ദിവസം മുന്നേട്ട വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെറിയ മുട്ടായി നിൽക്കുമ്പോൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പൂവുണ്ടായിരുന്നു. ഇനി നാളെ രാവിലെ ആവട്ടെ അതൊക്കെ പറിക്കാം. പിന്നെ രാത്രി പൊറാട്ടി ചിക്കൻ കറി ആയിരുന്നു. ഇത് പുറത്തുനിന്ന് വാങ്ങിയതാണേ. അങ്ങനെ അതും കഴിച്ച് ഞങ്ങൾ ഇവിടെ തന്നെ നിന്നു. ഏട്ടൻ രാത്രി വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്.